ബിഗ് ബോസ് മലയാളം സീസൺ 6 ശക്തിയായ മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ജാഫർ. ജാസ്മിനെതിരെ മാത്രമല്ല, ജാസ്മിൻ്റെ പിതാവിനെതിരെയും സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളും അധിക്ഷേപങ്ങളും പതിവായിരുന്നു. ഇപ്പോഴിതാ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് ജാസ്മിൻ തന്നെ. ജാസ്മിൻ്റെ വാക്കുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നതും. താരത്തിൻ്റെ വാക്കുകൾ എങ്ങനെ: സൈബർ ബുള്ളിങ് എന്നേക്കാൾ നേരിട്ടത് എൻ്റെ വീട്ടുകാരാണ്. എൻ്റെ ഉമ്മയും അത്തയും എന്നോട് പറഞ്ഞത് ഞങ്ങൾ ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ചിന്തിച്ചു എന്നതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിപ്പോയിരുന്നു. ഇപ്പോഴും വരുന്ന കമൻറ്റുകൾ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ എന്നതാണ്. പറയാൻ ഭയങ്കര എളുപ്പമാണെന്നാണ് ജാസ്മിൻ ഇപ്പോൾ പറയുന്നത്. അതിനകത്ത് പോയി പുറത്ത് നടക്കുന്നത് എന്തെന്നറിയാതെ 100 ദിവസം അവിടെയുള്ളവരുടെ പുച്ഛവും വെറുപ്പും പരിഹാസവും കിട്ടി പുറത്തു നിന്നും വരുന്നവരും നമ്മളെ പിച്ച് ചിന്തി, അതിനു പുറമെ സോഷ്യൽ മീഡിയയും ഇതൊക്കെ താണ്ടിയാണ് ഞാൻ വരുന്നത്. ഞാൻ അവിടെ നേരിടുന്നത് 10-18 മത്സരാർത്ഥികളെയാണ്. പക്ഷേ എൻ്റെ വീട്ടുകാർ നേരിടുന്നത് ലക്ഷക്കണക്കിന് ആളുകളെയാണെന്നാണ് ജാസ്മിൻ പറയുന്നത്. എൻ്റെ ഉമ്മ പഞ്ചപാവം സ്ത്രീയാണ്. ഇതൊക്കെ നേരിടാനുള്ള കരുത്തൊന്നും ഉമ്മയ്ക്കില്ല. എൻ്റെ ഉമ്മ എങ്ങനെ ഇതൊക്കെ നേരിട്ടുവെന്ന് എനിക്കറിയത്തില്ല. ഈ പറയുന്ന വ്യക്തികൾ എൻ്റെ അത്തയെ പ്രഷർ ചെയ്യുകയായിരുന്നു. റീലുകൾ അത്തയ്ക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. വൃത്തികെട്ട ബീജിയമൊക്കെ കയറ്റുകയായിരുന്നു അതിൽ. സത്യം പറഞ്ഞു കൊടുത്താലും ഇവർക്കൊന്നും മനസ്സിലാവുകയില്ല. അവർ കാണുന്നത് ചെറിയൊരു ഭാഗം മാത്രമാണ്. അതിൻ്റെ തുടക്കവും ഒടുക്കവും കണ്ടിട്ടുണ്ടാകില്ലെന്നും താരം പറയുന്നുണ്ട്. എൻ്റെ അത്ത ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ഒരു ഘട്ടമെത്തിയപ്പോൾ അത്ത പോയി ചാകട്ടെ എന്ന അവസ്ഥയിലെത്തി. അത്ത സഹികെട്ട് പലരെയും ചീത്ത വിളിച്ചു. എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയില്ല. ഒരു പരിധി കഴിയുമ്പോൾ കൈവിട്ടു പോകും. ഞാനാണെങ്കിലും പറഞ്ഞു പോകും. ഇതിനിടെ ഇവർ ചെന്നൈയിലെ സെറ്റിൽ പോയി പ്രശ്നമുണ്ടാക്കുന്ന പ്രഷർ ചെയ്യുന്നുമുണ്ടായിരുന്നു. അത്രയും സൈബർ ബുള്ളിങ് നേരിട്ടുവെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. മോളെ വിറ്റ് കാശുണ്ടാക്കുന്നുവെന്നാണ് പലരും പറയുന്നത്. എന്താണ് മോളെ വിറ്റ് കാശുണ്ടാക്കുന്നു എന്ന് പറയുന്നത്? എന്താണ് ഇത്രയും വൃത്തികേടായി കണ്ടത്? എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. എൻ്റെ കുഞ്ഞനിയനെ പോലും അവർ വീഡിയോ അയച്ചു കൊടുക്കുകയായിരുന്നു. റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ പയ്യൻ എൻ്റെ അനിയന് ഓരോ വീഡിയോസ് അയച്ചു കൊടുക്കുമായിരുന്നു. സൈക്കോ ആണോ അയാൾ എന്നാണ് ജാസ്മിൻ ചോദിക്കുന്നത്. എന്നെ സൈബർ ബുള്ളിങ് ചെയ്തതിനേക്കാൾ എന്നെ വിഷമിപ്പിച്ചത് വീട്ടുകാർ അനുഭവിച്ചത് ഓർത്ത് തന്നെയാണ്. പലരും പറയുന്നത് കേട്ടു, ഇവൾ വീട്ടുകാരെ പറ്റി ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ. ഞാൻ ചിന്തിച്ചിട്ടില്ലെന്ന് അവർക്കെങ്ങനെ പറയാനാകും? അവർ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷെ ഞാൻ ചിന്തിച്ചിട്ടില്ലെന്ന് പറയരുതെന്നാണ് ജാസ്മിൻ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത്.